ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സംഖ്യയോഗം ശ്ലോകങ്ങൾ 62-63. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷുപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതേ. സമാധി ശീലിക്കാതെ സത്യാനുഭവം നഷ്ടപ്പെടുത്തുന്ന മനുഷ്യനുണ്ടാകുന്ന പതനരീതിയെക്കുറിച്ചാണ് ഭഗവാൻ അർജുനനോട് ഈ 2 ശ്ലോകങ്ങളിൽ പറയുന്നത്. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷുപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, അതായത് കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക്, അവയെല്ലാം വിഷയാനുഭവത്തിനുള്ള ഉപകരണങ്ങളാണ്. അവ മനസ്സിനെ വിഷയാഭിമുഖമാക്കുന്നു. ഇത് തന്നെ മറിച്ചും പറയാം. മനസ്സ് വിഷയങ്ങളെ, അതായത് രൂപം, ശബ്ദം, രസം, ഗന്ധം, സ്പർശം എന്നിവയെ ധ്യാനിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ അനുഭൂതിക്ക് സജ്ജമാകുന്നു. ഏതു വിധമായാലും വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിക്ക് അവയിൽ ആസക്തിയുണ്ടാകുന്നു. ആസക്തി സാഫല്യത്തിനു വേണ്ടി അത് കാമമായി മാറുന്നു. കാമന വ്യർത്ഥമാകുമ്പോൾ ക്രോധം ഉദയം ചെയ്യുന്നു. ക്രോധമേറുമ്പോൾ കാര്യാകാര്യ വിവേകം നഷ്ടപ്പെടുന്നു. അതിന്റെ ഫലമായി ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു. ഓർമ്മക്കേട് ബുദ്ധിയെ നശിപ്പിക്കുന്നു. ബുദ്ധിയും വിവേചനാശക്തിയും നഷ്ടപ്പെട്ട മനുഷ്യനിലെ മനുഷ്യത്വം തന്നെ ഇല്ലാതാകുന്നു. ശബ്ദാദി വിഷയങ്ങളെ ധ്യാനിക്കുന്നവന് അവയിൽ ആസക്തി ഉണ്ടാകുന്നു. അത് തൃഷ്ണയായി രൂപാന്തരപ്പെടുകയും അഭീഷ്ടപ്രാപ്തിക്ക് തടസ്സമായി നിൽക്കുന്നവരോട് ക്രോധമുണ്ടാകുകയും ചെയ്യുന്നു. കോപം വിവേകത്തെ നശിപ്പിക്കുന്നു. അതോടെ സ്വന്തം അസ്തിത്വത്തെപ്പറ്റിയുള്ള ബോധം കൂടി നഷ്ടപ്പെടുന്നു. തത്വസ്മരണയുടെ നാശം ക്രമേണ ബുദ്ധിനാശത്തിനും തുടർന്ന് വ്യക്തിയുടെ സമ്പൂർണ്ണ നാശത്തിനും ഇടവരുത്തുന്നു. ആത്മസുഖം നേടാൻ കഴിയാത്ത മനസ്സ് വിഷയസുഖം കൊതിച്ച് ഭൗതിക വിഷയങ്ങളെ ധ്യാനിക്കുന്നു. അതോടെ വിഷയങ്ങളിൽ പ്രീതിയേറുന്നു. തൃഷ്ണ ഉടലെടുക്കുന്നു. അത് കാമമായും കാമലാഭമുണ്ടാകാതെ വരുമ്പോൾ ക്രോധമായും മാറുന്നു.